ശ്രീമതി രാജി, നേരത്തെ ഈ സമരത്തെ അവഹേളിക്കുന്ന സമീപനമാണ് CITU അതുപോലെ CPM സ്വീകരിച്ചത്. ഇപ്പോൾ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ നേതാവ് മിനിയെ സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുകയാണ്. ശ്രീമതി രാജി, അത് അധിക്ഷേപം നമ്മുടെ ഈ സ്ത്രീ സമൂഹത്തെ മൊത്തത്തിലുള്ള ഒരു അധിക്ഷേപമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഈ കേരളത്തിലെ 26,000 ആശമാർ ആണ് ഇത് ബാധിച്ചിരിക്കുന്നത്. മിനി എന്ന ഒരു വ്യക്തിയെ മാത്രമല്ല ഇത് ബാധിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ കേരളത്തിലുള്ള മുഴുവൻ ആശമാരെയും സ്ത്രീ സമൂഹത്തെയാണ് ഈ അധിക്ഷേപം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ പാട്ടപ്പിരിവ് മറ്റു കാര്യങ്ങളെല്ലാം ആരാണ് കൊണ്ടുവന്നതെന്നും ഈ സമൂഹത്തിന് ഞാനൊക്കെ കൊച്ചിലെ നാളിലെ കണ്ടു വളർന്നതാണ്. പാട്ടപ്പിരിവും ബക്കറ്റ് പിരിവും ഒക്കെ നടത്തുന്ന വ്യക്തികൾ ആരാണെന്ന് അത് കണ്ട് വളർന്നവരാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ അവർക്കതൊരു പുച്ഛമായി തോന്നേണ്ട ആവശ്യകതയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് പല വലിയ വലിയ സമ്പന്നരിൽ നിന്നും പൈസകൾ കിട്ടുന്നുണ്ട്. ലക്ഷങ്ങളും കോടികളാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പാട്ടപ്പിരിവ് ഇപ്പം നടക്കുന്നെന്ന് പറയുമ്പോൾ അവർക്കതിപ്പോൾ നാണക്കേടായിട്ട് തോന്നുന്നുണ്ട്. അതായിരിക്കും അവരിങ്ങനെ പ്രതികരിക്കാനുള്ള മെയിൻ കാരണം. ശ്രീമതി രാജി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സമരത്തിന് പിന്നിൽ മതതീവ്രവാദ ശക്തികളാണെന്നാണ്. പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതുപോലെ SDPI ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അധിക്ഷേപം ചൊരിയുന്നത് എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളുടെ സമരത്തെ ദുർബലപ്പെടുത്താൻ തന്നെയാണോ? തീർച്ചയായും ആണ്. കാരണം ഈ പറഞ്ഞ ആൾക്കാർ മാത്രമല്ല നമ്മളെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് അവിടെ വന്നിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദി വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ സംഘടനയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘടനകൾ നമ്മുടെ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴാണ് അവർക്ക് ഹാലിളകിയാണ് അവർ ഈ വായിൽ വരുന്ന ഓരോ വാക്കുകളും വിളിച്ചു പറയുന്നത്. സമരം ശക്തിപ്പെടുന്നതിൻ്റെ തെളിവുകളായിട്ടാണ് ഓരോ സംഘടനകളും. നമ്മൾ രാപ്പകൽ സമരം നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളും അവിടെ പങ്കാളികളാണ്, അറിയാൻ പറ്റും ഏതൊക്കെ സംഘടനകൾ, ഏതൊക്കെ രീതിയിലുള്ള ജനസമൂഹമാണ് നമ്മളെ കൂടെ ഉള്ളത്. കാരണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വരെ അവരുടെ തുച്ഛമായ വേതനത്തിൽ നിന്ന് ഞങ്ങൾക്ക് സംഭാവന തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനസമൂഹം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവരുടെ പങ്കാളിത്തം കൂടിയില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. നമ്മൾ ഈ സമരം ചെയ്ത് ആദ്യമൊന്നും ഒരു സംഘടനയും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ വന്നിട്ടില്ലായിരുന്നു. സംഘടന ശക്തിപ്പെട്ട് നമ്മുടെ പങ്കാളിത്തം കൂടുതലായി ഇത് ആവശ്യമാണെന്ന് തെളിഞ്ഞ സമയത്താണ് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം ഇത് ന്യായമായിട്ടുള്ള സമരമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മളെ കൂടെ പിന്താങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത്. അത് മനസ്സിലാവാത്തത് CITUവിനും CPMനും പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനുമാണ് അല്ലേ?